ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. എല്ലാവർക്കും ഫൈഹാസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പപ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൺ കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അയൺ കടായി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളൊക്കെ വാടി കിട്ടും, നമുക്ക് ഗ്യാസുമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പപ്സിനൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ സവാള വാടിക്കിട്ടും. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു മസാല നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു പെപ്സിൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്നുകൂടെ നല്ല ബ്രൗൺ കളർ ആവണം. നമ്മൾ ഈ പെപ്സിൻ്റെ മസാല എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുള്ളൊരു മസാല ആവില്ല നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും. ഞാൻ ഈ ഒരു അയൺ കടായി സീസണിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പുതിയ ചട്ടി എങ്ങനെ മഴക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോവണം. അതുവരെക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു നുള്ള്, ഏകദേശം ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ഈ പെപ്സിൻ്റെ മസാല നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പെപ്സിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എഗ് പപ്സ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇതേ ഒരു ഫില്ലിങ് ചെയ്താൽ മതി. ഈ ഒരു കളറിൽ വേണം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പെപ്സ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ എഗ് ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബ്രെഡ് നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വലിപ്പമുള്ള ബ്രെഡ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ട പുഴുങ്ങിയിട്ട് നടുവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒരു സൈഡിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ എല്ലാ ബ്രെഡും സൈഡൊക്കെ അരികൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതൊക്കെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരികൊക്കെ പൊട്ടിപ്പോവും. നമുക്ക് കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നല്ല പുതിയ ബ്രെഡും ആവണം. നമ്മൾ പിന്നെ വാങ്ങി കുറേ ദിവസം അങ്ങനെ വെച്ചിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും അരികൊക്കെ. ഇപ്പോൾ ഇതാ ബ്രെഡ് ഇവിടെ ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റ് പോലെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് നമുക്ക് 1 സ്പൂണ് വെച്ച് കൊടുക്കാം നടുവിലായിട്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൈദൻ്റെ ബാറ്ററിൽ നിന്ന് കുറച്ചിങ്ങനെ സൈഡിൽ 4 മൂലയിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരറ്റത്തുനിന്ന് ഈ ഒരറ്റത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതപ്പോൾ അവിടെ ഒട്ടിപ്പോയി. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻറ്ററിലേക്ക് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈ അരികൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ അരികൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ബ്രെഡ് ആയതുകൊണ്ടാണ് നമുക്കിത് പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബ്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യാം. കുറച്ച് പഴക്കമുള്ള ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടില്ല, അതും ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ എണ്ണയിലൊക്കെ ഇടുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മൈദയുടെ ബാറ്റർ ഒരു കുറച്ചൊന്നിങ്ങനെ ഈ എഡ്ജിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ എല്ലാ ബ്രെഡും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതവിടെ നമ്മുടെ പെപ്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ പപ്സും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ പപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പപ്സായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളിലെല്ലാം കുക്ക് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും അധികം ടൈം വേണ്ട. ഇത് പുറം ഭാഗം ഒന്ന് മുരിഞ്ഞാൽ മതി. പിന്നെ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒട്ടിച്ചെടുത്തിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാവും. അപ്പോൾ പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ആദ്യം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒട്ടും കുറയ്ക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.